താമര കണ്ണനുറങ്ങേണം, കണ്ണും പൂട്ടിയുറങ്ങേണം. എനിക്ക് ക്ലാസ് മാറിപ്പോയതൊന്നുമല്ല, ഈ താമര കണ്ണന്മാരുടെ ഉറക്കത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത്. കുഞ്ഞുങ്ങളും ഉറക്കവും. ആദ്യം വളർച്ചയെയും ഉറക്കത്തെയും കുറിച്ച് പറയട്ടെ. കുഞ്ഞുങ്ങൾ അതിവേഗം വളരുന്നു. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉറങ്ങുമ്പോൾ വളർച്ചയുടെ ഹോർമോൺ പുറത്തുവിടുന്നു. വേണ്ടത്ര വിശ്രമം ലഭിക്കാത്ത കുഞ്ഞുങ്ങളിൽ വളർച്ച മുരടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നതിനുള്ള പ്രാഥമിക ഘടകമായി ഉറക്കക്കുറവ് കണക്കാക്കപ്പെടുന്നു. രണ്ടാമതായി ശ്രദ്ധയെക്കുറിച്ച് പറയാം. ഉറക്കക്കുറവ് കുഞ്ഞുങ്ങളുടെ ഏകാഗ്രതയെ ബാധിക്കുന്നതിനാൽ ക്ലാസ് മുറിയിലെ ഏകാഗ്രതയുടെ കുറവ് പലപ്പോഴും മോശമായ ഗ്രേഡുകളിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നു. 3. രോഗങ്ങൾക്കെതിരെ പോരാടുന്നു. ഉറങ്ങുമ്പോഴാണ് രോഗത്തെ ചെറുക്കുന്ന സൈറ്റോകൈനുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ പ്രോട്ടീനുകൾക്ക് രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശക്തിയുണ്ട്. ഉറക്കം കുറയുന്തോറും കുഞ്ഞുങ്ങളിലെ ശരീരത്തിലെ സൈറ്റോകൈനുകൾ കുറയാനും അത് രോഗത്തെ ക്ഷണിച്ചു വരുത്താനും കാരണമായേക്കാം. അടുത്തത് ശരീരമാണ്. ഉറക്കത്തിന്റെ അളവ് ശാരീരിക പ്രവർത്തനങ്ങളെ വളരെയധികം സ്വാധീനിക്കുന്നു. ഒരു കുട്ടിയുടെ ഹൃദയവും ഭാരവും ശുപാർശ ചെയ്യുന്ന അളവിലുള്ള ഉറക്കം ലഭിക്കുന്നില്ലെങ്കിൽ ദിവസം മുഴുവൻ പ്രവർത്തിക്കുവാനുള്ള ഊർജം ലഭിക്കുകയില്ല. ഇത് വിളർച്ച, ഉന്മേഷക്കുറവ് പോലെയുള്ള അവസ്ഥകൾക്ക് കാരണമാകാം. ഇനി ഉറങ്ങാൻ സഹായിക്കുന്ന ഒരു കുഞ്ഞു നുറുങ്ങുവിദ്യ പറയട്ടെ. നല്ല അന്തരീക്ഷമാണ് ഉറക്കത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത്. നല്ല വൃത്തിയുള്ള അന്തരീക്ഷം, പ്രകാശത്തിന്റെ ശരിയായ ക്രമീകരണം ഇവയൊക്കെ നല്ല ഉറക്കം പ്രദാനം ചെയ്യുന്നു. ഉറക്കം കൃത്യമാകണമെങ്കിൽ ശരിയായ സ്ലീപ്പിംഗ് ഷെഡ്യൂൾ ശീലിക്കേണ്ടത് ആവശ്യമാണ്. ഈ ഒരു പാറ്റേൺ പിന്തുടരുകയാണെങ്കിൽ കുട്ടിക്ക് വളർച്ചയുടെ ഘട്ടത്തിൽ ആവശ്യത്തിന് ഉറക്കം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനാകും. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, ഈ ഒരു സ്ലീപ്പിംഗ് ഷെഡ്യൂൾ ചെറുപ്പക്കാരിലും പ്രായമായവരിലും ഒക്കെ ഉറക്കം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു ഫലപ്രദമായ മാർഗമാണ്. ഇന്നത്തെ ഈ ഒരു ചെറിയ അധ്യായം എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. നന്ദി.